ഹായ് ഓൾ, കാറ്റാലിസിസ് എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിന്റെ കൂടെ തന്നെയാണ് സിലബസിൽ കാണുക. എൻസൈം കാറ്റാലിസിസും കാറ്റാലിസിസും എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മളിതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുവാണ്. ഓക്കെ, കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഒരുപാട് റിയാക്ഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ചില റിയാക്ഷൻസ് ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും നടക്കുക, അല്ലെ? അപ്പൊ ഒരുപാട് ടൈം പീരീഡ് എടുത്ത് നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. ഈ ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലെ? അതായത് ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ, റേറ്റ് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുക. അപ്പൊ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? ഓക്കെ, അപ്പോ എൻസൈം കാറ്റാലിസിസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എൻസൈം കാറ്റാലിസിസ്. എൻസൈം കാറ്റാലിസിസ്. അപ്പോ പേര് പോലെ തന്നെയാണ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈംസ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എൻസൈം എന്താണ്? സാധാരണ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻസ് ആണ്, അല്ലെ? അതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് എൻസൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഈ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ എൻസൈം കാറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എൻസൈം കാറ്റാലിസിസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആരാണ് വർക്ക് ചെയ്യുന്നത്? എൻസൈംസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എൻസൈംസ് ആണ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ ഈ എൻസൈം കാറ്റാലിസിസിന്റെ ഈ കൈനറ്റിക്സ് ഒക്കെ പ്രൊപ്പോസ് ചെയ്തത് മൈക്കൽ ആൻഡ് മെന്റൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ മൈക്കൽ എന്ന് പറഞ്ഞ ഒരാളും അതുപോലെ തന്നെ മെന്റൽ. ഓക്കെ, മൈക്കൽ മെന്റൽ ആണ്. മൈക്കൽ എന്നും മെന്റൽ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് ഈ എൻസൈം കൈനറ്റിക്സ്, ഇപ്പൊ എൻസൈം കാറ്റാലിസിസിന്റെ കൈനറ്റിക്സ് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാർ. ഓക്കെ, മൈക്കൽ മെന്റൽ. അപ്പൊ ഈ മൈക്കൽ മെന്റൽ എപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഈ എൻസൈം കാറ്റാലിസിസ് ഓർമ്മ വരണം കേട്ടാ. ഓക്കെ, ഇ എന്ന് പറയുന്നത് എൻസൈം ആണെന്ന് വിചാരിക്കുക, എസ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ എൻസൈം സബ്സ്ട്രേറ്റ് ഫസ്റ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. നെക്സ്റ്റ് ഈ എൻസൈം സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും പ്രോഡക്റ്റ് പ്ലസ് എൻസൈമിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് എപ്പോഴും കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, ഫൈനലി പ്രോഡക്റ്റ് കിട്ടും. പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ? കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ എൻസൈമിനെയാണ് നമ്മൾ ഈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ്. സോ ഒരു എൻസൈമും ഒരു സബ്സ്ട്രേറ്റിൽ ബൗണ്ട് ചെയ്യാണ്. ബൗണ്ട് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫൈനലി പ്രോഡക്റ്റ് കിട്ടും, എൻസൈമിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ്, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 എന്നും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിനെ K-1 എന്നാ പറയുന്നത്. K താഴെയാണ് -1 വരിക കേട്ടാ. ഓക്കെ, K-1 സഫിക്സ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്രോഡക്റ്റ് ആവുന്നതിന്റെ റേറ്റ് കോൺസ്റ്റന്റിനെ നമുക്ക് K2 എന്ന് വിളിക്കാം. ഓക്കെ, ഹിയർ റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെയാണ് പ്രോഡക്റ്റ് കിട്ടുന്ന റിയാക്ഷൻ, ഇതാണ്, അല്ലെ? പ്രോഡക്റ്റ് കിട്ടുന്ന റിയാക്ഷന്റെ റേറ്റിന് നമ്മൾ എന്ത് ചെയ്തു? K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി, ഇവിടെ ഇപ്പൊ റിയാക്ടന്റ് ആയിട്ട് ആരാളുള്ളത്? E ഇൻറ്റു എസ്, അല്ലെ? അതായത് ES എന്ന സബ്സ്ട്രേറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഇവിടെ റിയാക്ടന്റ് ആയിട്ടുള്ളത്. ഈ ഒരു റിയാക്ഷനിലാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ റേറ്റിന് നമുക്ക് സാധാരണ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ പറയാറില്ലേ? എങ്ങനെയാണ്? റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഇവിടെ ഏതാ റിയാക്ടന്റ്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ റേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് അപ്ലൈയിങ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നമ്മൾ എവിടെയാ അപ്ലൈ ചെയ്യുക? ഈ ഇന്റർമീഡിയറ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമുക്ക് കിട്ടുമല്ലോ, ആ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിലാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നടത്തുക. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ES ബൈ DT, ഇന്റർമീഡിയറ്റിന്റെ റേറ്റ് DES ബൈ DT ഈക്വൽ ടു ഫോർമേഷൻ, ആദ്യം ഫോർമേഷന്റെ റേറ്റിന് ഡീകമ്പോസിഷന്റെ റേറ്റിനെ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായോ എന്നറിയില്ല. ഇപ്പോ റേറ്റ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നമ്മൾ ഇന്റർമീഡിയറ്റിന്റെ കേസിലാണല്ലോ നടത്തുക. ഇവിടെ ഏതാ ഇന്റർമീഡിയറ്റ്? ES ആണ്. അപ്പൊ ഇവിടെ ESന്റെ ഫോർമേഷൻ എവിടെ നടക്കുന്നുണ്ട്? ഇയും എസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ES ആകുന്നുണ്ട്. അത് ESന്റെ ഫോർമേഷൻ ആണ്. ESന്റെ ഡീകമ്പോസിഷൻ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ES ഇതാ ഇവിടുന്ന് ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ നടക്കും, അല്ലെ?
അതുപോലെ ഇവിടുന്ന് ES ഡീകമ്പോസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയി മാറുന്നുണ്ട്. അപ്പൊ രണ്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്, ഒരു ഫോർമേഷൻ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഫോർമേഷൻ റിയാക്ഷൻ നമ്മൾ പ്ലസ് സൈനാ കൊടുക്കുക. അപ്പൊ ഫോർമേഷൻ റിയാക്ഷന്റെ റേറ്റ് എന്താണ് വരിക? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S എന്ന് വരും അല്ലെ. K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S എന്ന് വരും. ഈ ഫോർമേഷന്റെ റേറ്റ് നമുക്കറിയാം K1 ഇൻറ്റു രണ്ട് റിയാക്ടന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് ഈ ഡീകമ്പോസിഷൻ പറയാം, ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ഡീകമ്പോസിഷൻ പറയുമ്പോൾ മൈനസ് ഇടണം കേട്ടോ. മൈനസ് K-1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES അല്ലെ. അപ്പോ ബാക്ക്വേർഡ് റിയാക്ഷൻ പറയുമ്പോൾ റിയാക്ടന്റ് ആരായിട്ട് വരും? ES ആണ് റിയാക്ടന്റ് ആയിട്ട് വരും അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ അല്ലേ പറയുന്നത്. അപ്പൊ ഇത് റിയാക്ടന്റ് ഇത് പ്രൊഡക്റ്റുമായി മാറില്ലേ. അപ്പോ മൈനസ് K-1 ഇൻറ്റു ES എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടത്? കാരണം ഇതിവിടെയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ എങ്ങനെ വരും? K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E ഇൻറ്റു S വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ പ്രകാരം DES/dt ഈക്വൽ ടു 0 ആയിരിക്കും. DES/dt നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ഫോർമേഷൻ, അതായത് K1 ഇൻറ്റു E ഇൻറ്റു S മൈനസ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ, അതായത് K-1 ഇൻറ്റു ES മൈനസ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ, അതായത് K2 ഇൻറ്റു ES വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ഇവിടെ നടത്തിയത്. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എവിടെ എഴുതുമോ ഇതിന്റെ ബാക്കി? നെക്സ്റ്റ് ഞാൻ പറയാതെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം E0. ഇനീഷ്യലി E0 എമൗണ്ട് കോൺസെൻട്രേഷൻ എന്തുണ്ട്? എൻസൈം ഉണ്ട്. അപ്പോ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം അത് എന്തായി മാറും? നമുക്ക് ഇനീഷ്യലി E0 ഉണ്ട്, ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈമിൽ അത് E ആയി മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഇനീഷ്യലി E0 എമൗണ്ട് എന്തുണ്ടാവുന്നുണ്ട്? എൻസൈം ഉണ്ട്. അതിലൊരു പർട്ടിക്കുലർ ടൈമിൽ ബാക്കി എത്ര എൻസൈം നമുക്ക് കിട്ടും? എത്ര എൻസൈം കോംപ്ലക്സ് ഫോം ചെയ്യും, എത്ര എൻസൈം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് വെച്ചിട്ടൊരു റിലേഷൻ ഞാൻ പറയാണ്. അതായത് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം എൻസൈമിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈമിലുള്ള കോൺസെൻട്രേഷൻ മൈനസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അതായത് ഇനീഷ്യലി എത്ര ഉണ്ടോ എൻസൈം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? എൻസൈം സബ്സ്ട്രേറ്റ് എത്ര കോംപ്ലക്സ് ഫോം ചെയ്തു അത്രയും മൈനസ് ചെയ്യുക. അത്രയും കോൺസെൻട്രേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം എത്ര എന്തുണ്ട് എൻസൈം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷൻ മനസ്സിലാവുന്നില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് E ഇല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് E നമുക്ക് എന്ത് ചെയ്താം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് E0 മൈനസ് ES എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് E0 നിന്ന് ES സബ്സ്ട്രേറ്റ് എൻസൈം കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് E കിട്ടും. ഓക്കെ, സോ ഞാൻ ബാക്കി പോർഷൻസ് മായിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ ഇക്വേഷനിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ 1 കൊടുക്കാം. ഓക്കെ, 1. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ 2 എന്ന് കൊടുത്തേക്ക്. ഓക്കെ, അപ്പൊ ഈ 2 ഈ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ 1 എന്ന ഇക്വേഷനിൽ ഇക്ക് പകരം ഉണ്ടല്ലോ, ഇക്ക് പകരം നമുക്ക് E0 മൈനസ് ES എന്ന് കൊടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ES ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. K1 ഇൻറ്റു E0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ES ഇൻറ്റു S അല്ലെ. ഈ ഇക്ക് പകരമാണ് നമ്മൾ E0 മൈനസ് ES കൊടുത്തത്. ബാക്കി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. K-1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES മൈനസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാതെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S മൈനസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. മനസ്സിലായില്ലേ? ഈ S ഉം K1 രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, മൈനസ് K-1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES മൈനസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ഈക്വൽ ടു 0. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കോമൺ ആയിട്ട് ES വരുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ES കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ ബാക്കി എന്താക്ക വരും? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് K-1 പ്ലസ് K2 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെ എഴുതിയത് മായ്ക്കുവാണ്. ഇത് മനസ്സിലായില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ESനെ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ESനെ പുറത്തെടുത്തപ്പോ ഇതൊക്കെ എന്താ പ്ലസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ,
നമുക്ക് ഈ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് എങ്ങനെ വന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്. അപ്പോ ഇത് നമുക്ക് സ്വന്തം പെട്ടെന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു ഡെറിവേഷൻ എന്ന രീതിയിൽ പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല അല്ലെ. അപ്പൊ എങ്ങാനും നമുക്ക് ഫൈനൽ ഇക്വേഷൻ മറന്നു പോവാന്നെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് കേട്ടോ. പെട്ടെന്ന് എഴുതാൻ വേണ്ടി, പെട്ടെന്ന് എഴുതിയിട്ട് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതെന്തായി മാറും? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ES. അതായത് ഇത് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവായി മാറി. അപ്പൊ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S, ഇത് K1 ആണ്, പ്ലസ് K-1 പ്ലസ് K2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ES എന്താണ് ആവുക? കോൺസെൻട്രേഷൻ ഓഫ് ES ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. കോൺസെൻട്രേഷൻ ഓഫ് ES ആണ് കാണേണ്ടത്. അപ്പൊ ഡിവൈഡഡ് ബൈ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് K-1 പ്ലസ് K2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഓഫ് ES കിട്ടി. ഇനി നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും K1 കൊണ്ട് ഡിവൈഡഡ് ബൈ K1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? K1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. ന്യൂമറേറ്ററിനെ K1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിനെ K1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? K1 കൊണ്ട് ഡിവൈഡ് ചെയ്യാ ചെയ്യുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് K-1 പ്ലസ് K2 ഹോൾ ഡിവൈഡഡ് ബൈ K1 ഇങ്ങനെ കിട്ടും അല്ലെ. അതായത് ഇതിനെ രണ്ടിനെ ഒരുമിച്ച് K1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ K1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഈ K1 ക്യാൻസൽ ചെയ്ത് കോൺസെൻട്രേഷൻ ഓഫ് S മാത്രമായി മാറി. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? കോൺസെൻട്രേഷൻ ഓഫ് ES കിട്ടി. ഓക്കെ, ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കോൺസെൻട്രേഷൻ ഓഫ് ES കണ്ടു, രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും K1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടം വരെ കിട്ടി. ഇതാണ് ഇക്വേഷൻ 3. ഓക്കെ, ഇക്വേഷൻ 3 ആണിത്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ES നമ്മൾ കണ്ടുപിടിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് ES കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് വായിക്കാൻ പോവാന്ന്, താഴത്തെ മാത്രം വെച്ചിട്ട് ബാക്കി വായിക്കാൻ പോവാന്ന്. കോൺസെൻട്രേഷൻ ഓഫ് ES കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES. ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഇതായിരുന്നു അല്ലെ. ഇപ്പൊ റേറ്റ് എന്തായി മാറും? റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ESന് പകരം ഈ ഇക്വേഷൻ കൊടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ESന് പകരം ഈ ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് K-1 പ്ലസ് K-1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? K താഴെയാണ് -1 കേട്ടാ, അങ്ങനെ തന്നെ എഴുതണേ. K-1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ K1 ഇങ്ങനെ വരും അല്ലെ. അപ്പൊ നമുക്ക് റേറ്റിനുള്ള നല്ലൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ. അപ്പൊ റേറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ എൻസൈം കാറ്റാലിസിസിൽ റേറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. അതായത് പുട്ട് Km ഈക്വൽ ടു K-1 പ്ലസ് K2 ഡിവൈഡ് ബൈ K1. അതായത് K-1 പ്ലസ് K2 ഡിവൈഡ് ബൈ K1 പകരം നമ്മൾ Km എന്ന് കൊടുക്കുകയാണ്. ഇതാണ് മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് കേട്ടാ. മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ ഈ എൻസൈം കാറ്റാലിസിസ് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരാണ് മൈക്കലും മെന്റനും. ഓക്കെ, അപ്പൊ ഈ ഫൈനൽ റേറ്റിന്റെ ഇക്വേഷൻ എന്തായി മാറും? അപ്പോ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് Km എന്നായി മാറും അല്ലെ. ഇതിന് പകരം നമ്മൾ Km എന്ന് കൊടുത്തു. ഇതാണ് എൻസൈം കാറ്റാലിസിസിന്റെ റേറ്റിന്റെ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർഡ് ഉണ്ടാവണം. ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണ്ട. അഥവാ ഫൈനൽ ഇക്വേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ എക്സാം ഹാളിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെറിവേഷൻ പറഞ്ഞത് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? ഇതും പഠിക്കാനുണ്ടാ. അതായത് Km ഈക്വൽ ടു K-1 പ്ലസ് K2 ഡിവൈഡ് ബൈ K1 ആണ് ഒന്ന് പഠിച്ചു നോക്കുക. പിന്നെ ഇതങ്ങനെ തന്നെ റേറ്റിന്റെ ഇക്വേഷൻ പഠിച്ചാൽ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നറിയോ? മൈക്കൽ മെന്റൻ ഇക്വേഷൻ എന്ന് വിളിക്കും കേട്ടാ. മൈക്കൽ മെന്റൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് PGക്കും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഈ ഡെറിവേഷൻ ഒക്കെ നമുക്ക് PGക്കും പഠിക്കാനുണ്ട് കേട്ടാ. അപ്പോ റേറ്റ് ഈക്വൽ ടു K2 ഇൻറ്റു E0 കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് Km. Km എന്ന് പറഞ്ഞാൽ മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് ആണ്. Km ന്റെ വാല്യൂ എന്താണ്? K-1 പ്ലസ് K2 ഡിവൈഡ് ബൈ K1. ഇതുകൂടെ പഠിച്ചു നോക്കുക കേട്ടാ. അപ്പൊ ഇത് രണ്ടും പഠിച്ചില്ലേ? ഈ ഇക്വേഷനെയാണ് നമ്മൾ മൈക്കൽ മെന്റൻ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ റേറ്റ് ഈക്വൽ ടു K2 ഇൻറ്റു E0 ഇൻറ്റു S ഡിവൈഡ് ബൈ S പ്ലസ് K. വെൻ E0 ഈക്വൽ ടു ES ആണെങ്കിൽ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ഈക്വൽ ടു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ, അതായത് E0 ESന് ഈക്വൽ ആണെങ്കിൽ റേറ്റ് എന്തായിരിക്കും? റേറ്റ് സാധാരണ റേറ്റിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES. ഈ ഡെറിവേഷൻ തുടങ്ങുന്നതിന് ഫസ്റ്റ് പറഞ്ഞില്ലേ
റേറ്റ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ES എന്ന് പറയുന്നത് E0ക്ക് ഈക്വൽ ആണെങ്കിൽ റേറ്റ് എന്തായി മാറും? R max ആയി മാറും. ഓക്കെ, നമുക്ക് സ്മോൾ ലെറ്ററിൽ എഴുതാം. ഓക്കെ, അപ്പൊ R max അതായത് മാക്സിമം റേറ്റ് ആവും K2 ഇൻറ്റു E0 എന്നാവും. അതായത് ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. എത്ര ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ടായോ അത്രയും സബ്സ്ട്രേറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ റേറ്റിന് ഈ ESന്റെ പകരം നമ്മൾ E0 എഴുതും. റേറ്റ് എന്താവും? മാക്സിമം റേറ്റ് ആവും. ഇനീഷ്യൽ കോൺസെൻട്രേഷന് അത്രയും എന്തായിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ റേറ്റ് മാക്സിമം റേറ്റ് നമുക്ക് കിട്ടും അല്ലെ. സോ R max എന്ന് നമുക്ക് വിളിക്കാം. ഈ ESന്റെ കോൺസെൻട്രേഷൻ E0ക്ക് ഈക്വൽ ആണെങ്കിൽ റേറ്റ് എന്തായി മാറും? R max മാക്സിമം റേറ്റ് ആയി മാറും. K2 ഇൻറ്റു E0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ R max ഈക്വൽ ടു K2 ഇൻറ്റു E0 ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, സോ നമുക്ക് ഈ റേറ്റിന്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. ഈ ഫസ്റ്റ് നമ്മൾ ഈ എൻസൈം കാറ്റാലിസിന്റെ റേറ്റിന്റെ ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഈ കണ്ടീഷനിൽ R max മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് K2 ഇൻറ്റു E0 ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ Kmന്റെ വാല്യൂ Km ഈക്വൽ ടു എന്താണ്? K -1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ K1 ആയിരുന്നു അല്ലെ. ആ വാല്യൂ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ when E0 ഈക്വൽ ടു ES ആണെങ്കിൽ റേറ്റ് എന്തായി മാറും? മാക്സിമം റേറ്റ് ആയി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു E0 ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഈ റേറ്റ് എന്ത് കിട്ടും നമുക്ക്? റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു E0ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? R max എന്ന് കൊടുക്കും. R max ബാക്കി ഇവിടെ എന്താണ്? S. R max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ S പ്ലസ് Km എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ റേറ്റ് ഇക്വേഷനിൽ K2 ഇൻറ്റു E0ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? K2 ഇൻറ്റു E0ക്ക് പകരം R max എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനും കൂടി പഠിച്ചു നോക്കുക. R max ഇൻറ്റു S ഡിവൈഡ് ബൈ S പ്ലസ് K. അത് പഠിക്കാനൊന്നുമില്ല. K2 ഇൻറ്റു E0 R max ആണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ അവിടെ കൊടുത്താൽ പോരെ R max ഇൻറ്റു S ഡിവൈഡ് ബൈ S പ്ലസ് Km എന്ന് കിട്ടും. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോ കോൺസെൻട്രേഷൻ ഓഫ് S കേസ് 1 എന്ന് പറയുന്നത് if concentration of S is very very greater than Km, very very less than Km. okay, concentration of S is very very less than Km ആണെങ്കിൽ concentration of S എന്ന് പറയുന്നത് Kmനേക്കാൾ വളരെ വളരെ ചെറുതാണ്. വളരെ വളരെ ചെറുതാണെങ്കിൽ S നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. S വളരെ ചെറുതാണ്, അപ്പൊ S നെ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. S നെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ റേറ്റ് എന്തായി മാറും? R max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. അതായത് ഡിനോമിനേറ്ററിലുള്ള എസിനെയാണ് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുന്നത് കേട്ടാ, ന്യൂമറേറ്ററിലുള്ള എസിനെ അല്ല. സോ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള എസിനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? Km ഉള്ളത്. സോ R max ഇൻറ്റു S ഡിവൈഡഡ് ബൈ Km. അപ്പോ ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഇതില് റിയാക്ടറിന്റെ കോൺസെൻട്രേഷന്റെ പവർ ആണ് അതിന്റെ ഓർഡർ അല്ലെ. എസിന്റെ പവർ 1 ആയതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഓർഡർ ആണ് നമ്മൾ പറഞ്ഞത്. എസിന്റെ പവർ 1 ആയതുകൊണ്ട് കേട്ടാ. സോ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് കണ്ടീഷൻ കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് ഈ കോൺസെൻട്രേഷൻ ഓഫ് S ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ Km. Kmനേക്കാളും കൂടുതലാണ് എസിന്റെ വാല്യൂ. Kmനേക്കാളും വളരെ കൂടുതലാണ് S. അങ്ങനെയാണെങ്കിൽ Kmനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും? റേറ്റ് ഈക്വൽ ടു R max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S എന്ന് കിട്ടും. അതായത് Kmനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ എസും കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? റേറ്റ് ഈസ് ഈക്വൽ ടു R max. റേറ്റ് ഈക്വൽ ടു R max. ഇതെന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ല. അതുകൊണ്ട് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. എങ്ങനെയാണ് റേറ്റ് R max കിട്ടിയേ? എങ്ങനെ കിട്ടുക? S ഗ്രേറ്റർ ആണെങ്കിൽ, വെരി വെരി ഗ്രേറ്റർ ആണ് Kmനേക്കാളും എങ്കിൽ. ഓക്കെ, S ലെസ് ആണെങ്കിൽ എന്ത് കിട്ടും? R max ഇൻറ്റു S ബൈ Km. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇഫ് കേസ് 3 പറയുന്നത് ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് S ഈക്വൽ ടു Km ആണെങ്കിൽ, ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് S ഇസ് ഈക്വൽ ടു Km ആണെങ്കിൽ എന്ത് കിട്ടും? റേറ്റ് എന്ത് കിട്ടും? റേറ്റ് ഈസ് ഈക്വൽ ടു R max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ S പ്ലസ് Km ആയിരുന്നു. Kmന് പകരം നമുക്ക് S തന്നെ കൊടുക്കാം. രണ്ട് ഈക്വൽ അല്ലേ. അപ്പൊ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു R max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ 2S എന്ന് കിട്ടും. ഈ എസും എസും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ കിട്ടുക? R max ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അത് കാണുന്നില്ലേ? ഒന്നുകൂടെ അത് എഴുതാട്ടെ. ഇവിടെ കുറച്ചുകൂടെ കേസ് 3 ആന്ന് പറയുന്നേ. ഈ 3 എന്തായിരുന്നു പറഞ്ഞേ? കോൺസെൻട്രേഷൻ ഓഫ് S ഈസ് ഈക്വൽ ടു Km ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
റേറ്റ് എന്തായിട്ട് വരും? റേറ്റ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എസ് പ്ലസ് കെ എം ആണ്. കെ എമ്മിന് പകരം എന്ത് ചെയ്യുക? നമ്മൾ എസ് തന്നെ കൊടുക്കുകയാണ്. കാരണം എസ് ഈസ് ഈക്വൽ ടു കെ എം ആണ്. അപ്പൊ എന്ത് കിട്ടും? ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് അല്ലെ. എസ് പ്ലസ് എസ് 2s ആണ്. ഈ എസും ഈ എസും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ കിട്ടുക? റേറ്റ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ബൈ 2 എന്ന് കിട്ടും. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ബൈ 2. ഇതൊന്ന് പഠിച്ചു നോക്കാം കേട്ടാ. ഈ 3 കണ്ടീഷൻസ് ഒന്ന് പഠിച്ചു നോക്കാം കേട്ടാ. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് നമുക്ക് കാറ്റാലിസിസിൽ പഠിക്കാനുള്ളൂ. ആദ്യത്തെ റേറ്റ് ഇക്വേഷൻ, അതിൽ കെ എമ്മിന്റെ വാല്യൂ, അതുപോലെ ആർ മാക്സിന്റെ ഇക്വേഷൻ, അതുപോലെ റേറ്റിന്റെ ആർ മാക്സ് K2 × E0 പകരം ആർ മാക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇക്വേഷൻ, അതിലെ 3 കണ്ടീഷൻസ്. എസ് ലെസ് ദാൻ ആവുമ്പോ, ഗ്രേറ്റർ ദാൻ ആവുമ്പോ, ഈക്വൽ ആവുമ്പോ ഏത് ഓർഡർ റിയാക്ഷൻസ് ആ കിട്ടുക എന്നുള്ളതും, റേറ്റ് ഈക്വൽ ടു ആർ മാക്സ് ബൈ 2 എപ്പോഴാവുക? എസ് ഇസ് ഈക്വൽ ടു കെ എം ആവുന്ന സമയത്ത്. ഇപ്പൊ ഈ കണ്ടീഷൻസ്, ഈ ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് കറ്റാലിസിസിന്റെ കേസിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമ്മളിപ്പോ കുറെ റേറ്റിന്റെ ഇക്വേഷനിൽ പഠിച്ചു എൻസൈം കറ്റാലിസിസിൽ. അപ്പൊ ആ റേറ്റ് ഇക്വേഷനിലുള്ള ഇപ്പോ കെ എമ്മിന്റെ വാല്യൂ എത്ര വരും, കോൺസെൻട്രേഷൻ ഓഫ് എസിന്റെ വാല്യൂ എത്ര വരും എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. 2 മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ്. ഒന്ന് ലൈൻ വേവർ ബർക്ക് മെത്തേഡും അതുപോലെ എഡി ഹോഫ്സ്റ്റീ മെത്തേഡ്. ഓക്കെ, ഇപ്പൊ ലൈൻ വേവർ ബർക്ക് മെത്തേഡും എഡി ഹോഫ്സ്റ്റീ മെത്തേഡ് വഴി നമുക്ക് നേരത്തെ പഠിച്ച റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതിനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് എസ്, അതിന്റെ വാല്യൂ എത്ര വരുന്നോ, ഇപ്പൊ കെ എമ്മിന്റെ വാല്യൂ എത്ര വരുന്നോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 2 മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ മെത്തേഡ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താ? റേറ്റ് ഈക്വൽ ടു, നമ്മൾ എന്താ പഠിച്ചത്? റേറ്റ് ഈക്വൽ ടു ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് കെ എന്നായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലെ, റേറ്റിന്റെ ഇക്വേഷൻ. അതിൽ റേറ്റിന്റെ പകരം ഞാനിപ്പോ ആറിന് മാത്രം എഴുതുവാന്ന് കേട്ടാ. റേറ്റ് എന്ന് എഴുതുന്നതിന് പകരം ഞാനിപ്പോ ആറിന് മാത്രം എഴുതുവാന്ന്. ഇത് എന്റെ ആറാണ് കേട്ടാ. ഇത് ആറായിട്ട് കൂട്ടണേ. സോ ആർ ഈക്വൽ ടു ആർ മാക്സ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് കെ എന്നാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒന്ന് റെസിപ്രോക്കൽ എടുക്കുവാന്ന്. അപ്പൊ എന്ത് കിട്ടും? 1/r ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എസ് പ്ലസ് കെ എം ഡിവൈഡഡ് ബൈ ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് അല്ലെ. അപ്പോ ഈ ഡിനോമിനേറ്ററിന് 2 പേർക്കും കൂടി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 1/r ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്. 2 പേർക്ക് ഡിവൈഡഡ് കൊടുക്കാം. കെ എം ഡിവൈഡഡ് ബൈ ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് അല്ലെ. ഇനി എന്ത് ചെയ്യുക? ഇനി കട്ട് ചെയ്തു കളയാം. 1/r ഈക്വൽ ടു ഈ എസും ഈ എസും കട്ട് ചെയ്താല് 1/r മാക്സ് പ്ലസ് കെ എം ബൈ ആർ മാക്സ് ഇൻറ്റു എസ് എന്ന് കിട്ടും. കെ എം ബൈ ആർ മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് എന്ന് കിട്ടും അല്ലെ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടാ. ഇതാണ് ലൈൻ വേവർ ബർക്ക് മെത്തേഡിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് y ഈക്വൽ ടു സി പ്ലസ് എം എക്സ്, അതായത് എം എക്സ് പ്ലസ് സി എന്ന നമ്മുടെ ലീനിയർ ഇക്വേഷന്റെ ഫോമാറ്റിൽ വന്നു. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന ഫോമാറ്റിൽ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രാഫ് വരച്ചൂടെ? അതിന്റെ ഗ്രാഫ് ഞാനിപ്പോ ഇവിടെ ചെറുതായിട്ട് വരക്കുവാന്ന്. ഇവിടെ വരച്ചാല് ഓക്കെ, അതിന്റെ ഗ്രാഫ് ഞാൻ ഇവിടെ തന്നെ വരക്കുവാന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക്. വൈക്ക് പകരം എന്താണുള്ളത്? 1/r. അപ്പൊ 1/r വേഴ്സസ് എക്സ് ആക്സിസിൽ എന്താണുള്ളത്? 1 കോൺസെൻട്രേഷൻ ഓഫ് എസ്. ഓക്കെ, അപ്പൊ 1/r വേഴ്സസ് 1 കോൺസെൻട്രേഷൻ ഓഫ് എസ് എന്ന ഗ്രാഫ് ഞാൻ വരക്കുമ്പോ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് എത്ര വരും? ഇവിടെ ബാക്കി എന്താണുള്ളത്? കെ എം ബൈ ആർ മാക്സ്. അപ്പൊ കെ എം ബൈ ആർ മാക്സ് എന്താണ്? അതിന്റെ സ്ലോപ്പാണ്. ഈ y ഇന്റർസെപ്റ്റ് എന്താണ്? 1/r മാക്സ് അതിന്റെ y ഇന്റർസെപ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റേറ്റ് ഇക്വേഷനെ ഒന്ന് റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും 1/r ഈക്വൽ ടു 1/r മാക്സ് പ്ലസ് കെ എം ബൈ ആർ മാക്സ് ഇൻറ്റു എസ്. അതിൽ 1/r വേഴ്സസ് 1/s ന്റെ ഗ്രാഫ് വരക്കാം. 1/r y ആക്സിസിലും 1/s എക്സ് ആക്സിസിലും എടുക്കുക. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? കെ എം ബൈ ആർ മാക്സ്. ഇവിടെയാണ് സ്ലോപ്പ് വരുക അല്ലെ. കെ എം ബൈ ആർ മാക്സ് സ്ലോപ്പ് വരും. y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? 1/r മാക്സ് ആണ് y ഇന്റർസെപ്റ്റ് വരിക. അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കെ എമ്മിന്റെയും ആർ മാക്സിന്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചൂടെ?
അതുപോലെ ഇന്റർസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 1/r max എത്രയാണെന്നും അതിൽ നിന്ന് r maxന്റെ വാല്യൂ എത്രയാണെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗ്രാഫ് ഞാൻ കുഞ്ഞായിട്ട് വരച്ചിട്ടില്ലേ, നിങ്ങൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് വരക്കണം. ഇവിടെ y ആക്സിസിൽ 1/r ആണുള്ളത്, x ആക്സിസിൽ 1 കോൺസെൻട്രേഷൻ ഓഫ് s ആണുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് km/r max ആണ്, ഇന്റർസെപ്റ്റ് 1/r max ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ കിട്ടിയാൽ പിന്നെ ബാക്കി ഗ്രാഫ് സ്വന്തമായിട്ട് വരക്കാൻ പറ്റൂലേ, y = mx + c എന്ന ഫോമാറ്റിൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് തന്നെ വരാം. r = എന്താണ്, r max ഇൻറ്റു ഇത് നെക്സ്റ്റ് മെത്തേഡ് ആണ്, AD-Hofstee മെത്തേഡ്. അപ്പൊ നമുക്ക് ആദ്യം അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, നമ്മുടെ റേറ്റ് ഇക്വേഷൻ r max ഇൻറ്റു s ഡിവൈഡഡ് ബൈ s + km എന്നാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇല്ലേ അല്ലെ. അതിൽ ഈ ഡിനോമിനേറ്റർ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, r ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് s പ്ലസ് r ഇൻറ്റു km ഈക്വൽ ടു r max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് s എന്ന് കിട്ടും അല്ലെ. ഇതിൽ നമുക്ക് r ഇൻറ്റു km അവിടെ വെച്ചിട്ട് ബാക്കി ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും, r max ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് s മൈനസ് r ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് s എന്ന് കിട്ടും. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് എടുക്കുവാണ്. നെക്സ്റ്റ് ഇതിനെല്ലാം s കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് s കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, r ഇൻറ്റു km ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് s ഈക്വൽ ടു r max മൈനസ് r എന്ന് കിട്ടും. രണ്ടിനെ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് s കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എല്ലാത്തിനെയും നമ്മള് km കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, r ബൈ കോൺസെൻട്രേഷൻ ഓഫ് s ഈസ് ഈക്വൽ ടു r max ബൈ km മൈനസ് r ബൈ km എന്ന് കിട്ടൂലേ. അപ്പൊ r ബൈ s ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ s കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, പിന്നെ km കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി, r ബൈ s ഈസ് ഈക്വൽ ടു r max ബൈ km മൈനസ് r ബൈ km എന്ന് കിട്ടും. ഓക്കെ, r max ബൈ km മൈനസ് r ബൈ km എന്ന് കിട്ടും. സോ ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ y = mx + c എന്ന ഫോമാറ്റില് ഇതിന്റെ ഗ്രാഫ് വരക്കുവാന്ന്. r ബൈ s നെ നമ്മൾ എന്ത് ചെയ്യാന്ന്, y ആക്സിസിൽ എടുക്കുവാണ്, പിന്നെ r നെ നമ്മൾ x ആക്സിസിൽ എടുക്കുവാണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ത് കിട്ടും, നെഗറ്റീവ് സ്ലോപ്പാ കിട്ടുക. സ്ലോപ്പ് ഈക്വൽ ടു -1/km ആണ് സ്ലോപ്പ് കിട്ടുക അല്ലെ. r ആണ് നമ്മൾ x ആക്സിസിൽ എടുത്തത്. അപ്പൊ ബാക്കിയുള്ളവരുടെ എന്താ ഉള്ളത്, -1/km ആണ് സ്ലോപ്പ് കിട്ടുക. ഇന്റർസെപ്റ്റ് എന്താ കിട്ടുക, r max ബൈ km ആണ് ഇന്റർസെപ്റ്റ് കിട്ടുക. ഓക്കെ, ഈ ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഗ്രാഫ് സ്വന്തമായിട്ട് വരക്കാനും പറ്റും, അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടെത്താനും പറ്റും അല്ലെ. സോ നിങ്ങൾ പഠിക്കേണ്ടത് ലിൻവോവർ-ബെർഗ് മെത്തേഡിൽ 1/r = 1/r max + km/r max into s എന്നും, AD-Hofstee മെത്തേഡിൽ r ബൈ s ഈക്വൽ ടു r max ബൈ km മൈനസ് r ബൈ km. ഇവിടെ മൈനസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക, ഇവിടെ നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക. ഇവിടെ സ്ലോപ്പ് എങ്ങനെ കിട്ടിയ മനസ്സിലായില്ലേ, y ആക്സിസിൽ r ബൈ s എടുക്കുക, x ആക്സിസിൽ r എടുക്കുക. അപ്പൊ സ്ലോപ്പ് എത്ര വരും, -1/km ആണ് സ്ലോപ്പ് വരിക, നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ടേൺ ഓവർ നമ്പറും കാറ്റലിറ്റിക് എഫിഷ്യൻസിയും ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റാലിസിസ് എന്ന പോർഷൻ കഴിഞ്ഞു കേട്ടോ. ഓൾറെഡി അതൊരു വലിയ ചാപ്റ്റർ ഒന്നും അല്ല, ചെറിയൊരു സെന്റൻസ് പോലും ഞാൻ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് കാറ്റാലിസിസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, ടേൺ ഓവർ നമ്പർ. ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ എൻസൈം യൂസ് ചെയ്തുകൊണ്ട് യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടേൺ ഓവർ നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എൻസൈം, ഇപ്പോൾ 1 മോൾ എൻസൈം യൂസ് ചെയ്തുകൊണ്ട് എത്ര നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ്, അതായത് എത്ര നമ്പർ ഓഫ് റിയാക്റ്റന്റിന് നമുക്ക് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്ത് വിളിക്കുന്നത്, ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൺവേർട്ടഡ് ഇൻ യൂണിറ്റ് ടൈം ബൈ യൂസിങ് 1 മോൾ ഓഫ് എൻ എൻസൈം. ഓക്കെ, ഒരു മോൾ എൻസൈം യൂസ് ചെയ്തുകൊണ്ട് യൂണിറ്റ് ടൈമിനകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്, ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടേൺ ഓവർ നമ്പർ എങ്ങനെയാ കാണുക, റേറ്റ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം, K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S + Km എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ K2നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടേൺ ഓവർ നമ്പർ എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ടേൺ ഓവർ നമ്പർ എന്തായിരിക്കും, അപ്പോൾ എപ്പോഴും ഈ K2 ആണ് ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ K2 എന്താണോ അതാണ് ഇതിൻ്റെ ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റലിറ്റിക് എഫിഷ്യൻസി. കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടേമാണ്. കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്റലിറ്റിക് എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ് K2/Km ആണ്. K2 എന്ന് പറഞ്ഞതാണ് ടേൺ ഓവർ നമ്പർ ഡിവൈഡ് ബൈ Km എന്താണ് മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2/Km ആണ്. K2 എന്താണ് ടേൺ ഓവർ നമ്പർ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ടേൺ ഓവർ നമ്പർ എന്താണ്, കാറ്റലിറ്റിക് എഫിഷ്യൻസി എന്താണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റാലിസിസ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇക്വേഷൻസ്, ഇപ്പോൾ റേറ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആർ മാക്സിനുള്ള ഇക്വേഷൻ, അതുപോലെ എഡി ഹോഫ്സ്റ്റീൻ മെത്തേഡും ലൈൻ വേവർ ബർക്ക് മെത്തേഡും. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഇക്വേഷൻസ്, സ്ലോപ്പ് കാണാനുള്ള ഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ നമുക്ക് കാറ്റാലിസിസ് എന്ന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനൊന്നും കണ്ടിട്ടില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് എങ്ങാനും കാറ്റാലിസിസ് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഡെയിലി 1 ക്വസ്റ്റ്യൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പറയാനായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കാറ്റാലിസിസ് നിർത്താം. അപ്പോൾ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The slope and intercept obtained from 1/r against 1/s of an enzyme catalyzed reaction are 302 into 10 raised to 50, 2 into 10 raised to 5 respectively. Km of the enzyme in this reaction is, Km എന്ന് പറഞ്ഞാൽ എന്താണ് മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ തന്നിട്ടുള്ളത് 1/r വേഴ്സസ് 1/s പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ്റെ സ്ലോപ്പ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് 300 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്റർസെപ്റ്റ് എത്രയാണ് കിട്ടിയേ, ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 2 into 10 raised to 5 ആണ് തന്നിട്ടുണ്ട്. Km വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ 1/r വേഴ്സസ് 1/s ഗ്രാഫ് അത് ഏതാണ്, ലൈൻ വേവർ ബർക്ക് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോൾ 1/r ഈക്വൽ ടു ലൈൻ വേവർ ബർക്ക് മെത്തേഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, 1/r ഈക്വൽ ടു 1/r മാക്സ് പ്ലസ് Km/r മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. ഇതാണ് ലൈൻ വേവർ ബർക്ക് മെത്തേഡിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, Km/r മാക്സ് ആണ് സ്ലോപ്പ്. നമ്മൾ പറഞ്ഞു അല്ലേ ഗ്രാഫ് വരച്ചപ്പോൾ Km/r മാക്സ് ആണ് സ്ലോപ്പ് എന്ന് എഴുതിക്കും നിങ്ങളിവിടെ. സ്ലോപ്പ് Km/r മാക്സ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 300 തന്നിട്ടുണ്ട്. ഇന്റർസെപ്റ്റ് എത്രയാണ്, 1/r മാക്സ് ആണ്. അപ്പൊ ഇന്റർസെപ്റ്റ് 1/r മാക്സ് ആണ്. അപ്പൊ 1/r മാക്സ് എത്ര തന്നിട്ടുണ്ട്, 2 into 10 raised to 5. അങ്ങനെയാണെങ്കിൽ Km എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ Km/r മാക്സ് തന്നിട്ടുണ്ട്, 1/r മാക്സ് കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് Km കണ്ടുപിടിച്ചൂടെ. അപ്പൊ Km ഇൻറ്റു 1/r മാക്സ് അല്ലേ, Km ഇൻറ്റു 1/r മാക്സ് ആണ് 300 എന്ന് പറയുന്നത്. ഈ 1/r മാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, 2 into 10 raised to 5 എന്ന് കൊടുക്കാം, which is equal to 300. അങ്ങനെയാണെങ്കിൽ Km എന്തായിരിക്കും, 300/2 into 10 raised to 5, which is equal to 150 into 10 raised to minus 5 എന്ന് കിട്ടും. ഓക്കെ, Kmന്റെ വാല്യൂ 150 into 10 raised to minus 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫിന്റെ ഇതാണ് തന്നിട്ടുള്ളത്, 1/r വേഴ്സസ് 1/s ഗ്രാഫാണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുക, അത് ആ ഇക്വേഷൻ എഴുതണം. അപ്പോൾ 1/r വേഴ്സസ് 1/s ഗ്രാഫ് വരുന്നത് ലൈൻ വേവർ ബർക്ക് മെത്തേഡാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ സ്ലോപ്പ് എന്താണെന്നും ഇന്റർസെപ്റ്റ് എന്താണെന്നും നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Km വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. നെക്സ്റ്റ് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് നിന്ന് കാണുന്നില്ല കേട്ടോ. അഥവാ കിട്ടുവാണെങ്കിൽ ഡെയിലി 1 ക്വസ്റ്റ്യനിൽ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, R max and Km for an enzyme catalyzed reaction are, അതായത് R max വന്നിട്ടുണ്ട് എത്രയാണ്, 2 into 10 raised to minus 3 per mole per second, molar per second. Okay, and Km value equal to 10 raised to minus 6 molar ആണ്.
ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു 10⁻⁶ മോളാർ ആണെങ്കിൽ റേറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആർ മാക്സ് വാല്യൂവും കെ എം വാല്യൂവും അതുപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. റേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ റേറ്റിന് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, അതെന്താണ്? K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് Km അല്ലേ? അതുപോലെ K2 ഇൻറ്റു E0 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ആർ മാക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർ മാക്സ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് കെ എം എന്ന് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. എന്താണ്? കെ എമ്മിന്റെ വാല്യൂം കോൺസെൻട്രേഷൻ ഓഫ് എസും ഈക്വൽ ആണ്. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വെൻ ഒരു കേസ് 3 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വെൻ കോൺസെൻട്രേഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കെ എം. അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ എം, കോൺസെൻട്രേഷൻ ഓഫ് കെ എം അല്ല, വെൻ കോൺസെൻട്രേഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ എം ആണെങ്കിൽ റേറ്റ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ മാക്സ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. നമ്മളൊരു കേസ് 3 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ആർ മാക്സ് ബൈ 2 ആയിരിക്കും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം ഇതിന്റെ ആൻസർ 2 ഇൻറ്റു 10⁻³ ആണ് ഇത്ര ആർ മാക്സ് എന്ന് പറയുന്നത്. അത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 10⁻³ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ 10⁻³ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോഡലിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലേ വരുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഈ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഒന്നിച്ച് എഴുതിയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കാറ്റാലിസിന് അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ.